شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ലൈലാണ്. സൂറത്തുൽ ലൈൽ പരിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ സൂറയാണിത്. സൂറ മക്കിയയാണ്. ഇത് അവതരിച്ചത് സൂറത്തുൽ അലക്ക് ശേഷമാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അല എന്ന് തുടങ്ങുന്ന സൂറയ്ക്ക് ശേഷമാണ് ഇത് അവതരിച്ചത്. 21 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. 71 പദങ്ങളുണ്ട്, 310 അക്ഷരങ്ങളും ഉണ്ട്. രാത്രിയെ പിടിച്ച് സത്യം ചെയ്താണ് ഈ സൂറ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ലൈൽ എന്ന് ഈ സൂറക്ക് പേര് ലഭിച്ചു. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലോ. രാത്രിയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല സൂറ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതിന് സൂറത്തുൽ ലൈൽ എന്ന് പേര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നിസ്കാരത്തിൽ ഓതാൻ പറയാറുണ്ടായിരുന്നു സഹാബികളോട്. ഫഹല്ലാ സല്ലൈത ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അല വശംസി വദുഹാഹ വല്ലൈലി ഇദാ യഗ്ഷ. ഈ പറയപ്പെട്ട സൂറകൾ കൊണ്ടൊക്കെ നിനക്ക് നിസ്കരിച്ചുകൂടെ, നിസ്കാരത്തിൽ ഇതൊക്കെ ഓതിക്കൂടെ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാപ്പകലുകൾ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരുടെ സൃഷ്ടിപ്പ്, ഇണകളുടെ സൃഷ്ടിപ്പ് എന്നിവ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലെ വ്യത്യാസങ്ങളാണ്, വൈജാത്യങ്ങളാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് രക്ഷയുണ്ട് എന്നും, നേരെ മറിച്ച് പിശുക്കും ലുബ്ധതയും കാണിച്ചവർക്കുള്ള തിക്തഫലം ഇന്നതായിരിക്കും എന്നും അല്ലാഹു തആല വിശദീകരിക്കുന്നു. സന്മാർഗം ലഭിക്കുക എന്നത് 2 ലോകങ്ങളുടെയും അധിപനായ അള്ളാഹുവിൽ നിന്നാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ സൂറ. അതിനുശേഷം നരകശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നു. ധർമ്മിഷ്ഠരായ, എന്തും ദീനിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും, അത്തരം പ്രതിഫലങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്നും, അത് ലഭിക്കുന്ന ആൾ സംതൃപ്തനായിരിക്കും, സന്തോഷവനായിരിക്കും പരലോകത്ത് എന്നും ഈ സൂറ പറയുന്നു. അങ്ങനെയാണ് ഈ സൂറ അവസാനിക്കുന്നത്. ഈ സൂറയുടെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഈ സൂറയിലെ ചില ഭാഗങ്ങളുടെ അവതരണവും മറ്റു ചില ഭാഗങ്ങളുടെ അവതരണവും വ്യത്യസ്തങ്ങളാണ്. ഫഅമ്മാമൻ ആതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് തുടങ്ങുന്ന ഭാഗം അവതരിച്ചത് ചില പ്രത്യേക സംഭവങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറയുന്നു മുഫസ്സിരീങ്ങൾ. അതുപോലെ തന്നെ ഈ സൂറയിലെ മറ്റു ഭാഗങ്ങൾക്ക് വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിൽ ചില സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം, പഠിക്കാം. അദ്ദേഹത്തിന് ഒരു ഈത്തപ്പന ഉണ്ടായിരുന്നു. ഒരുപാട് ഈത്തപ്പനകളുണ്ട്. അതിലെ ഒരു ഈത്തപ്പന, അതിൻ്റെ കൊമ്പ് തൊട്ടടുത്തുള്ള വളരെ പാവപ്പെട്ട സ്വാലിഹായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്, മക്കളുണ്ട്. അയാൾ ദരിദ്രനാണ്. തൊട്ടടുത്ത വീട്ടിലെ ആളുടെ ഈത്തപ്പന ഈ ദരിദ്രനായ സ്വാലിഹായ മുഅ്മിനിന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഈത്തപ്പഴം പറിക്കുന്ന സമയത്ത് ആ കൊമ്പിലുള്ളത് ഈ സാധുവായ ആളുടെ വീട്ടിലേക്ക്, ആളുടെ മുറ്റത്തേക്ക് വീഴുകയും ആ വീട്ടിലെ കുട്ടികൾ അത് പോയി എടുക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ അതിനെ അനുവദിക്കാറില്ല. ഇയാൾ ഈത്തപ്പഴം പറിക്കാൻ ഒരുങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി ആ വീട്ടിലെ പാവപ്പെട്ട കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ച് അത് കൈക്കലാക്കി, അവരുടെ വായയിൽ ഈത്തപ്പഴം അവർ വെച്ചു പോയിട്ടുണ്ടെങ്കിൽ കൈയിട്ടിട്ട് വരെ പുറത്തേക്കെടുത്ത് കൊണ്ടുവന്നിരുന്ന ഒരു വളരെ പിശുക്കനായ ഒരാളായിരുന്നു ഈ അയൽവാസിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വലിയ സങ്കടമായി. ഈ സാധുവായ മുസ്ലിമായ മനുഷ്യന് വലിയ സങ്കടമായി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി
പരാതി പറഞ്ഞു, നബിയെ എങ്ങനെ ഒരു സംഭവമുണ്ട്, കുട്ടികളല്ലേ അവരങ്ങനെ എടുത്തു പോകൂലേ, അതൊക്കെ വായിൽ കൈയിട്ട് തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കടമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ പോരെ നമുക്ക് രണ്ടാം കൂടി പോയി നോക്കുക എന്ന് പറഞ്ഞ് ആ ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രണ്ടുപേരും കൂടെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്തുനി നഖ്ലതകല്ലതി ഫർഉഹാ ഫി ദാരി ഫുലാനിൻ വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്ന. വല്ലാത്തൊരു ഓഫറാണ് കൊടുക്കുന്നത്. ഇന്ന ആളുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ ഈത്തപ്പനല്ലേ, അത് എനിക്കിന് കൊണ്ടാ, അതിന് എനിക്ക് തരുമോ, പകരം ഞാൻ നിനക്ക് സ്വർഗത്തിലൊരു ഈത്തപ്പന തരാം. ഇത് കേട്ടപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നിരുന്നു, എനിക്ക് തരാനൊക്കെ പൂതിയുണ്ട്, പക്ഷേ വല്ലാതെ കായ്ക്കണ ഒരു മരമാണത്, ഭയങ്കര കായാണ്. വേറെ ഒരുപാട് ഈത്തപ്പനകൾ എനിക്കുണ്ട്, പക്ഷെ അതിലേറൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഈത്തപ്പനയാണ്, അതുകൊണ്ട് ഞാൻ തരൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലൊരു ഈത്തപ്പന തരാന്ന് പറഞ്ഞിട്ട് ഇയാളതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഇത് കേട്ട് ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന 1-2 ആളുകൾ അവിടെ പരിസരത്തുണ്ടായിരുന്നു. ഇയാൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി, അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. പോയിട്ട് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ ചെന്നിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ ഈത്തപ്പന എനിക്ക് വാങ്ങിയിട്ട് ഞാനത് അങ്ങേക്ക് തന്നാൽ എനിക്ക് സ്വർഗത്തിലൊരു ഈത്തപ്പന തരുമെന്ന് ചോദിച്ചു. അയാളല്ല അങ്ങേക്ക് തരാത്തത്, ഞാനത് ഞാനായിട്ട് വാങ്ങിയിട്ട് ഞാൻ അങ്ങേക്ക് തന്നാൽ എനിക്കും അങ്ങ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, സ്വർഗത്തിലൊരു ഈത്തപ്പന നിനക്ക് തരാം. അങ്ങനെ എന്തായി, അയാൾ ചെന്നു. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇയാൾ ആ ഈത്തപ്പനയുടെ ഉടമസ്ഥനായ ആളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് നീ കൊടുത്തിട്ടില്ല, എന്തേ നീ കൊടുക്കാമെന്ന് ചോദിച്ചു. സ്വർഗത്തിലെ ഈത്തപ്പന തരാമെന്ന് എന്നോട് പറഞ്ഞില്ലേ, പിന്നെന്താ കൊടുക്കായിരുന്നു ചോദിച്ചു. എനിക്കതിനെ വല്ലാത്ത ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ കായുള്ള മരമാണത്, അതുകൊണ്ട് ഞാനത് കൊടുക്കൂല. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നാൽ പിന്നെ അത് വിൽക്കുമോ എന്ന് ചോദിച്ചു. നീ അത് വിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിൽക്കാനും ഞാൻ തയ്യാറല്ല, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നൊരു വിലയുണ്ട്, അത് അതിന് കിട്ടുകയാണെങ്കിൽ ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നൊരു വിലയുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വിൽക്കും, അതിപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ആ വഴിക്ക് നമ്മൾ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾ ചോദിച്ചത്, എത്ര നിങ്ങൾക്ക് വേണ്ടത്, എത്രയാണ് നിങ്ങളെ ആഗ്രഹം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 40 ഈത്തപ്പനകൾ, 40 നഖ്ല, 40 എണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഭയങ്കര ചോദ്യമാണല്ലോ ചോദിച്ചത്, ഒരു ഈത്തപ്പനക്ക് 40 ഈത്തപ്പന. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, ഇവനെ വർത്താനായി, വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊക്കെ. എന്തായാലും ഇയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ 40 ഈത്തപ്പന തരാം, ഞാനത് വാങ്ങി. ഞാൻ 40 ഈത്തപ്പന നിനക്ക് അതിന് പകരമായി തരാം, നീ അതെനിക്ക് വിൽക്ക്, ഞാനത് വാങ്ങുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് വിശ്വാസമല്ല, 4-5 ആൾക്കാരെ കൊടുന്ന് സാക്ഷിയായിട്ട് നമ്മൾ ഈ കരാറ്, ഈ പറയപ്പെട്ട ഈ ഉറപ്പിച്ചതൊരു ആളുകൾ 4 ആൾ അറിയട്ടെ, എന്നായിക്കോട്ടെ. അങ്ങനെ 2-3 ആളുകൾക്ക് വിളിച്ചു കൊടുന്ന് സാക്ഷിയൊക്കെ ആയി അവസാനം കച്ചവടം നടന്നു, ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ അവിടുന്ന് പിരിഞ്ഞിട്ട് ഈ വാങ്ങിയ ആൾ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന നഖലതൽ മാഇലത ഫീ ദാരി ഫുലാനിൻ ഖദ് സാറത് ലീ ഫഹിയ ലക്. ഇന്ന ആളെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനല്ലേ, അതിപ്പോൾ എൻ്റെതാണ്, ഞാനത് നിങ്ങൾക്ക് അങ്ങേക്ക് തന്നു നബിയെ, ഫഹിയ ലക്, അത് അങ്ങേക്കാണ്, അങ്ങേക്ക് എന്തുവാണെങ്കിലും ചെയ്യാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും നേരെ പോയിട്ട് ആ സാധുവായ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു. ഈത്തപ്പന ചാഞ്ഞു നിൽക്കുന്നൊരു വീടില്ലേ, ആ സാധുവായ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അന്നഖ്ലതു ലക വലിഅയാലിക, ആ ഈത്തപ്പന ഈ നിനക്കും നിൻ്റെ കുടുംബത്തിനുമുള്ളതാണ്. തങ്ങൾക്ക് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരാണ് കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. ഈ സമയത്താണ് അല്ലാഹു തആല ഈ സൂറ അവതരിപ്പിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുവരെ, വല്ലൈലി ഇദാ യഗ്ശാ മുതൽ ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ഫഅമ്മാ മൻ ആതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ഇവിടുന്നാണ് തുടങ്ങി അവസാനം വരെ അവതരിച്ചത്. ഇതായിരുന്നു അതിൻ്റെ കാരണം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇവിടെ കൊടുക്കാതെ പിശുക്ക് കാണിച്ച ആ വ്യക്തി, അതേസമയം ഒരു ഈത്തപ്പനക്ക് 40 എണ്ണം കൊടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി കൊടുത്ത വ്യക്തി, ഇവരെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാവും, അർത്ഥം ആശയം പഠിക്കുമ്പോൾ. ഈ സൂറ അവതരിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാര്യത്തിലാണെന്നും അഭിപ്രായമുണ്ട്.
അബൂബക്കർ റളിയല്ലാഹു അൻഹു അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ്. മുസ്ലിമായ അടിമകളെ മക്കയിൽ വെച്ച് ധാരാളം ആളുകളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൈസയും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. യജമാനന്മാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്ത് മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രായമുള്ള ആൾക്കാരുണ്ടാവും, കിഴവികളുണ്ടാവും, കിഴവന്മാരുണ്ടാവും, പല നിലക്കുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതൊന്നും നോക്കൂല. ഒരടിമയെ മോചിപ്പിച്ചാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് മാത്രമേ ഉപരി ചിന്തിക്കുള്ളൂ. വാപ്പ ഇതിങ്ങനെ കണ്ടപ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വാപ്പ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, അല്ല മോനെ, നീ കിഴവികളെയും കിഴവന്മാരെയും വലിയ വലിയ വയസ്സായ ആൾക്കാരൊക്കെ മോചിപ്പിച്ചിട്ട് എന്താ കാര്യം? നല്ല കുട്ടപ്പന്മാരായ ആളുകളെ മോചിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ അവർ നിൻ്റെ കൂടെ നിന്നെ സഹായിക്കാനും നിന്നെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നിൻ്റെ കൂടെ നിന്ന് അവർക്ക് പോരാടാനൊക്കെ ഉണ്ടാവൂലേ? എന്തിനായി ഒന്നിനും കഴിയാത്ത ആളുകളെ മോചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, എനിക്ക് ഇവരുടെ സഹായവും സപ്പോർട്ടൊന്നല്ല ഞാൻ അവരെ മോചിപ്പിക്കുന്നത്. യാ അബതി ഐ അബതി ഇന്നമാ ഉരീദു മാ ഇൻദല്ലാഹി, എനിക്ക് അള്ളാൻ്റെ അടുക്കലുള്ളത് എൻ്റെ ആഗ്രഹമുള്ളൂ, അവിടുന്ന് കിട്ടണം മതി, ഇവിടുന്ന് അവരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊന്നും വേണ്ട. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഏത്? ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ എന്ന ആയത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും കാണാം. ഇതുപോലെ സ്വർണം ഒക്കെ കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനനായിരുന്ന ഉമയ്യയിൽ നിന്ന്, ഉമയ്യത്ത് ഇബ്നു ഖലഫിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. ആ ഒരു മോചിപ്പിക്കൽ നടന്നപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സൂറയിലേക്ക് കടക്കുകയാണ്. അർത്ഥവും ആശയവും കൃത്യമായി പഠിക്കാം. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അതൊന്ന് ആദ്യം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى صدق الله العلي العظيم. പരമാവധി തജ്വീദൊക്കെ ശ്രദ്ധിച്ച് തന്നെ എപ്പോഴും ഓതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശ. വല്ലൈലി രാത്രിയെ തന്നെ സത്യം. ഇദാ യഗ്ശ അത് ഭൂമുഖത്തെ ആവരണം ചെയ്യുമ്പോൾ, ഭൂമുഖത്തെ മൂടുന്ന ആ രാത്രി തന്നെ സത്യം. രാത്രി ഭൂമുഖത്തെ മൂടുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. വല്ലൈലി രാത്രിയെ തന്നെ സത്യം. ഇദാ യഗ്ശ അത് ഭൂമിയെ ആവരണം ചെയ്യുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല എന്തിനെയാണ് മൂടുന്നത് എന്നത് ഇവിടെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. വല്ലൈലി ഇദാ യഗ്ശ രാത്രി അത് മൂടുമ്പോൾ. അത് എല്ലാവർക്കും അറിയാം എന്തിനാണ് മൂടുന്നത്. മൊത്തം ഭൂമിയെ അല്ലാഹു തആല ഇരുട്ടാക്കുകയാണ്, അല്ലേ? ഭൂമിയുടെ ഒരു ഭാഗത്തെ അല്ലാഹു തആല ഇരുട്ടാക്കുകയാണ്. പകലിനെ മൂടുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതുവരെ വെളിച്ചമായിരുന്നു, വെളിച്ചത്തെ മൂടി ഇരുട്ടാക്കി. ഭൂമിയെ മൂടുന്നു, സൃഷ്ടികളെ മൂടുന്നു, ഇരുട്ടുകൊണ്ട് മൂടുന്നു, അല്ലേ? എല്ലാ സംഗതിയെയും ഇരുട്ടുകൊണ്ട് മൂടുന്നു. വല്ലൈലി രാത്രിയെ തന്നെ സത്യം. ഇദാ യഗ്ശ അത് ആവരണം ചെയ്താൽ, അത് മൂടിയാൽ. എന്തിനെ മൂടിയാൽ? മൂടുന്നതിനെയൊക്കെ, ഏതിനൊക്കെയാണോ രാത്രി ആ ഇരുട്ട് മൂടുന്നത് അതിനെയൊക്കെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്യണം. ആ രാത്രിയെ പിടിച്ച് സത്യം. അതുപോലെ തന്നെ വന്നഹാരി പകലിനെയും തന്നെ സത്യം. പകലിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് എപ്പോഴാ? ഇദാ തജല്ല അത് വെളിപ്പെടുമ്പോൾ, അല്ലെ? പകല് വെളിപ്പെടുന്ന സംഗതിയാണ്, പകല് വെളിച്ചമാണ് ഉണ്ടാവുക. ഇദൻകശഫ അതങ്ങോട്ട് വെളിവായി വന്നാൽ, ഇരുട്ടിൻ്റെ രാത്രിയുടെ ഇരുട്ട് നീങ്ങി വെളിച്ചം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ, വന്നഹാരി ഇദാ തജല്ല രാത്രിയുടെ ഇരുട്ട് നീങ്ങി വെളിച്ചം പ്രത്യക്ഷപ്പെട്ടാൽ,
പകൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ പകൽ കൊണ്ടും സത്യം. അപ്പോൾ രാത്രി അതിൻ്റെ ഇരുട്ടുകൊണ്ട് എല്ലാ സാധനങ്ങളെയും മൂടുന്നു, പകൽ നേരെ മറിച്ച് പകൽ എല്ലാ സാധനങ്ങളെയും അതിൻ്റെ വെളിച്ചം കൊണ്ട് എല്ലാ സാധനങ്ങളെയും വെളിവാക്കുന്നു, കാണിച്ചു തരുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ്. രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മളോട് നിരന്തരം ചിന്തിക്കാൻ പറഞ്ഞ വിഷയമാണത്. നിങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് പ്രതിഫലം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, രാത്രിയെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് പ്രതിഫലം നൽകാം. മുഅ്മിനീങ്ങളെ ആരുടെ ലക്ഷണമാണ് അതൊക്കെ എന്നൊക്കെ നിരവധി ആയത്തുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതിനെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.